ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ജോലി നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വളരെ വിഷമത്തോടുകൂടിയൊക്കെ വരികയാണ്. അപ്പോൾ ശ്രുതി അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ ശ്രുതി നേരത്തൂടെ ജോലി കഴിഞ്ഞു, നേരത്തൂടെ എത്തിയല്ലോ എന്നൊക്കെ ചോദിച്ച് നല്ല സന്തോഷത്തോടെ ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവളെയും വിളിച്ച് അവളെ കൈ ഇങ്ങനെ പിടിച്ച് വേഗം തന്നെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. വാതിൽ കുറ്റിയിട്ടതിന് ശേഷം ശ്രുതി ആ ഒരു സത്യം തുറന്ന് പറയുകയാണ്. ശ്രുതി, എൻ്റെ ജോലി പോയി എന്ന് പറയുകയാണ്. എന്താ ശ്രുതി ഞാൻ ഈ കേൾക്കുന്നത്, ജോലി പോയെന്നോ? എന്തത്, എത്ര ദിവസമായി നീ ഇപ്പൊ ജോലിക്ക് പുതിയത് പോയി തുടങ്ങിയിട്ട്? 2-3 ദിവസമല്ലായിട്ടുള്ളൂ, അപ്പോഴേക്കും നിന്റെ ജോലി പോയോ? അതെന്തെങ്ങനെയൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് പിന്നെ എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. അത് ഞാൻ എന്തോരം വെച്ച് സഹിച്ചിട്ട് അങ്ങനെ നിൽക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് ശ്രുതി പറയാണ്, എത്ര സഹിച്ചിട്ടാണെങ്കിലും ജീവിതമാണ്, അത് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ മുതിർന്ന അവിടെയുള്ള ഉയർന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ചിട്ട് വേണം മുന്നോട്ട് പോകണമെങ്കിൽ, എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് നല്ലൊരു നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. നല്ല വഴക്കന്നെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പം ശ്രുതി പറയുന്നുണ്ട്, വെറുതെ അല്ല, എൻ്റെ കൂട്ടുകാരി മീര എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ജോലി ചെയ്യാത്ത ഒരു ലേസി ആയിട്ട് ഒരു മടിയനാണെന്നൊക്കെ എൻ്റെ കൂട്ടുകാരി എപ്പോഴും പറയാറുണ്ട് എന്ന് പറയുമ്പോൾ, നീയും അങ്ങനെയാണോ ശ്രുതി കരുതുന്നത് എന്ന് ശ്രുതി ചോദിക്കുകയാണ്. അപ്പം പിന്നല്ലാതെ നിങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ പിന്നെ അതല്ലേ നിങ്ങൾ ഓരോ ദിവസം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതവിടെ പിടിച്ചു നിൽക്കുക, അത് ചെയ്യില്ല നിങ്ങൾ. നിങ്ങളുടെ അനിയൻ സച്ചി ഇതറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അവനിത് കളിയാക്കാനായിട്ട് വേറെ കാരണമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം നിനക്ക് സച്ചി അറിയുന്നതാണ് വിഷമം എന്ന് ചോദിക്കുന്നുണ്ട്. അതും ഒരു കാരണം തന്നെയാണ് എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്നും വിട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, നിനക്ക് ജീവിതം എന്താണെന്നറിയില്ല, നിനക്ക് എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊണ്ട് നടന്നിട്ട് അത് അങ്ങനെ ആയിപ്പോയി. പിന്നെ നിനക്ക് ഇത്ര ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ടല്ലോ. എന്താ കാര്യം, എന്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? ജോലി ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലും വീട്ടിലൊക്കെ എന്ത് വിലയാണ് ഉണ്ടാവുക? ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നില്ലേ, എൻ്റെ അവിടെ വരുന്ന കസ്റ്റമേഴ്സൊക്കെ എന്നോട് ചില സമയത്ത് പെരുമാറുന്നത് കണ്ടാലുണ്ടല്ലോ, ഞാൻ അവിടുത്തെ എന്നിട്ട് പോലും ഞാൻ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഞാൻ പിടിച്ചു നിൽക്കുന്നതാണ്. അങ്ങനെയാണ് ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ആത്മാർത്ഥത മാത്രം അവിടെ കാണിച്ചാൽ മതി. അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, അതൊക്കെ നമ്മൾ ഉള്ളിൽ കൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോയാലോ ജീവിതം നല്ല രീതിയിൽ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രുതി നല്ല രീതിയിൽ വഴക്ക് പറയാണ് ശ്രുതി. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ശ്രുതി, എന്തായാലും വേഗം തന്നെ വേറൊരു ജോലി ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. ഇനി എന്തിന് ജോലി നോക്കണം? ഇതുപോലെ 4-3 ദിവസം നിന്നിട്ട് ജോലിയൊന്ന് കളയാനായിട്ടാ, അതിന്റെ ആവശ്യം എന്താ? അതിലും വേദം വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോരെ, അതല്ലേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞങ്ങനെ നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. അപ്പൊ ശ്രുതി പിണങ്ങല്ലേ എന്നും പറഞ്ഞ ശ്രുതിയുടെ കൈ അങ്ങനെ പിടിക്കുകയാണ്. അവൾ ആ റൂമിൽ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ വിട് എന്നും പറഞ്ഞ് കൈ തട്ടി മാറ്റിയിട്ട് ശ്രുതി നേരെ പുറത്തേക്ക് അങ്ങനെ പോകുന്നുണ്ട്. ശ്രുതി അങ്ങനെ പെട്ട രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തൻ്റെ ഭാഗത്ത് നിർത്താനായിരുന്നു ശ്രുതിയുടെ തീരുമാനം. പക്ഷേ ശ്രുതി ഒരു പൊട്ടിക്ക് തൻ്റെ മനസ്സിലുള്ള ആ ഒരു വിഷമത്തോട് അവൾ അംഗീകരിക്കുന്നില്ല. അവൾ എതിർത്ത് തന്നെ നിൽക്കുന്നത് കണ്ട് ശ്രുതിക്ക് ഒരുപാട് വിഷമമൊക്കെ വരുന്നുണ്ട്. എന്തായാലും റെസ്റ്റോറൻറ്റിൽ ആ ജോലി അങ്ങനെ നഷ്ടപ്പെടുകയാണ്. പിന്നെയും കുറേ നാൾ പണിയില്ലാതെ അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ് നമ്മുടെ ശ്രുതി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത്. ഇതുപോലെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ, താങ്ക്